വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ പോകാൻ അനുമതി തേടിയുള്ള ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ലെന്നും കോടതി വ്യക്തമാക്കി. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, കെ സുരേന്ദ്രന്റെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രിയ, വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇതേ ഹർജി പരിഗണിക്കവേ സുരേന്ദ്രനെതിരെ ചില വിമർശനങ്ങൾ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ നടത്തിയിരുന്നു. ശബരിമലയിൽ ഇപ്പോൾ ശാന്തമായി കാര്യങ്ങൾ നടക്കുകയല്ലേ, അത് ഇല്ലാതാക്കാനാണോ താങ്കൾ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കേസ് ഇന്നത്തേക്ക് പോസ്റ്റ് ചെയ്തത്. ഇന്ന് ഹർജി വീണ്ടും വന്നപ്പോ സുരേന്ദ്രന്റെ അഭിഭാഷകൻ പറഞ്ഞത് കൊലക്കേസിൽപ്പെട്ട് പരോളിലുള്ള പ്രതികൾ വരെ ശബരിമലയിൽ പോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്റെ കക്ഷിക്ക്, അതായത് സുരേന്ദ്രനും ശബരിമലയിൽ പോകാൻ അനുമതി നൽകണം. അതിനുവേണ്ടി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥയിലെ കർശന ഉപാധി പിൻവലിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അത് കേട്ടപ്പോൾ കോടതി കൂടുതൽ പ്രകോപിതനായി. കോടതി പറഞ്ഞത് അതായത് കൊലക്കേസ് പ്രതികളൊക്കെ പോകട്ടെ, നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോകുന്നത് അവിടെ സംഘർഷം ഉണ്ടാക്കാനല്ലേ എന്നും കോടതി ചോദിച്ചു. ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിയല്ലേ താങ്കൾ, അങ്ങനെ ഒരു ആരോപണം വരെ നിലനിൽക്കുന്നുണ്ടല്ലോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ഇളവ് നൽകാനാവില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ടാണ് സുരേന്ദ്രന്റെ ഹർജി കോടതി തള്ളിയത്. ഇനി ആവശ്യമെങ്കിൽ താങ്കൾക്ക് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നാണ് സുരേന്ദ്രനോട് കോടതി പറഞ്ഞത്. മാത്രവുമല്ല, അന്ന് ഈ ജാമ്യ വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള വ്യവസ്ഥയുടെ കൂടെ കോടതി ഒരു കാര്യം പറഞ്ഞിരുന്നു. വേണമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാം. ഈ കോടതി ജാമ്യം നൽകുന്നില്ല എന്ന് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇനി സുരേന്ദ്രന്റെ മുമ്പിലുള്ള പോംവഴി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്ന് വലിയ വിമർശനം സുരേന്ദ്രന് കേൾക്കേണ്ടി വന്നത് വ്യക്തിപരമായും ബി.ജെ.പിക്കും വലിയ നാണക്കേടാവുകയും ചെയ്തിട്ടുണ്ട്. സരി, കർശന ഉപാധികളോടെയായിരുന്നു ഹൈക്കോടതി അന്ന് സുരേന്ദ്രന് ജാമ്യം നൽകിയത്. ഇന്ന് ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോഴും കോടതി ശക്തമായ രീതിയിൽ സുരേന്ദ്രനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ആ ജാമ്യ വ്യവസ്ഥകളിൽ യാതൊരു ഇളവും നൽകിയിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ജാമ്യവ്യവസ്ഥയിൽ ഒരു ഇളവും നൽകാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. ആ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള സുരേന്ദ്രന്റെ ഹർജി കൃത്യമായി കോടതി തള്ളിയിരിക്കുകയാണ്. സുരേന്ദ്രന്റെ മുന്നിൽ ഇനി മറ്റു പോംവഴികളില്ല ജാമ്യ വ്യവസ്ഥയ്ക്ക് വഴങ്ങുക എന്നുള്ളതല്ലാതെ. പക്ഷെ കോടതി പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം ഈ കേസിൽ എന്നുള്ളത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജി പരിഗണിക്കവേ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ്. സുരേന്ദ്രന്റെ അഭിഭാഷകൻ പറഞ്ഞത് കൊലക്കേസ് പ്രതികൾ, പരോളിലുള്ള പ്രതികൾ വരെ പോകുന്നുണ്ടല്ലോ എന്നായിരുന്നു സുരേന്ദ്രന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ കോടതി പറഞ്ഞത് അതായത് കൊലക്കേസ് പ്രതികളും പരോളിലുള്ള പ്രതികളും ഒക്കെ പൊക്കോട്ടെ, പക്ഷെ സുരേന്ദ്രൻ പോകേണ്ട, കാരണം സുരേന്ദ്രൻ പോകുന്നത് സംഘർഷം ഉണ്ടാക്കാനല്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ചോദ്യം. ഏതായാലും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല, തന്റെ ഹർജി തള്ളുന്ന സാഹചര്യം കൂടി സുരേന്ദ്രന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ശരി, ശബരിമലയിൽ പോകാൻ അനുമതി തേടിയുള്ള കെ സുരേന്ദ്രന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ജാമ്യ വ്യവസ്ഥയിലും ഇളവ് നൽകിയില്ല. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. അതേസമയം ശബരിമല പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി ഈ മാസം 22-ന് പരിഗണിക്കില്ല. ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിലെ ഇന്ദു മൽഹോത്ര ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിയിൽ പ്രവേശിച്ചതിനാലാണ് മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, വിശദാംശങ്ങൾ. 5-അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു ആഗസ്റ്റ് 28 ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് തന്നെയുള്ള വിധി പ്രസ്താവന നടത്തിയത്. ആ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതയായിരുന്ന ജസ്റ്റിസ് ആയിരിക്കുന്ന ഇന്ദു മൽഹോത്ര അവധിയിലാണ്. അതുകൊണ്ട് തന്നെ കേസ് 22 പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, നമുക്ക് കാത്തിരുന്നു കാണാം എന്നൊരു വാക്കും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുകയാണ്. നിലവിൽ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് മുമ്പാകെ ഈ വിഷയം ഇന്ന് മാത്യൂസ് നെടുമ്പാറ എന്ന അഭിഭാഷകൻ ശബരിമല വിഷയം മെൻഷൻ ചെയ്യുകയായിരുന്നു. ആ മെൻഷൻ ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 22-ാം തീയതി പരിഗണിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്ദു മൽഹോത്ര ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മെഡിക്കൽ ലീവിലാണ്. അതുകൊണ്ട് തന്നെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് തുറന്ന കോടതി വാദം കേൾക്കാമെന്ന് ഇതിന് മുന്നേ തന്നെ വ്യക്തമാക്കിയിരുന്നു. 50ഓളം പുനഃപരിശോധനാ ഹർജികളാണ് ശബരിമല യുവതീ പ്രവേശനവുമായി തന്നെ സുപ്രീം കോടതിയെ പരിഗണനയുള്ളത്. ആ വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോരുത്തർ ഹർജി പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു കേസ് അടിയന്തരമായി പരിഗണിക്കണം, മണ്ഡലകാലമാണെന്നെല്ലാം ചൂണ്ടിക്കാണിച്ചു. അന്നെല്ലാം തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ മെൻഷൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നിലവിൽ ഇത്രയും
ഇത്രയും പെട്ടെന്ന് കേസ് പരിഗണിക്കേണ്ട സാഹചര്യമില്ല. 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. അതെല്ലാം തന്നെ ഒരു ദിവസം പരിഗണിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. ജനുവരി 22 ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട 50ഓളം പുനഃപരിശോധനാ ഹർജികളും റിട്ടുകളെല്ലാം തന്നെ മാറ്റിവെച്ചത്. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ ജസ്റ്റിസ് ആയിരിക്കുന്ന ഇന്ദു മൽഹോത്ര മെഡിക്കൽ ശാരീരികമായ ബുദ്ധിമുട്ട് അവർ അവധിയിലാണ്. അതുകൊണ്ട് തന്നെ 22-ാം തീയതി പരിഗണിക്കില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഈ ആഴ്ചയോട് കൂടി തന്നെ ഇതുവരെയുള്ള ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്ത് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ശബരിമല വിധി പ്രസ്താവവുമായി ബന്ധപ്പെടുത്തി സർക്കാർ യുവതീ പ്രവേശനം വിധി നടപ്പിലാക്കാൻ വേണ്ടി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ എത്ര യുവതികൾ പ്രവേശനം നടത്തി എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വ്യക്തമാക്കി. പക്ഷേ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതിന് തൊട്ടു മുന്നേ ആയിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളായ ഇന്ദു മൽഹോത്ര അവധിയിലാണ്. അതുകൊണ്ട് തന്നെ 22-ാം കേസ് പരിഗണിക്കാൻ സാധിക്കുകയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം തന്നെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി തന്നെ പറയുന്നു. ശബരിമല മണ്ഡലകാലം മകരവിളക്ക് ജ്യോതി ഇന്നലോട് കഴിഞ്ഞ് നട അടയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇനി പടിപൂജ മാത്രമേ ഉള്ളൂ. നിലവിൽ തന്നെ എന്തായാലും കേസ് ഇനിയിപ്പോൾ എന്നത്തേക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലെ 5 അംഗ പേര് തന്നെ തുറന്ന കോടതി വാദം കേൾക്കാമെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ദു മൽഹോത്ര എന്നാണോ തിരിച്ചത് അവരെ അവധി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ കേസ് ഇനി അടുത്തൊരു ഹിയറിംഗിലേക്ക് മാറ്റാൻ സാധ്യതയുള്ളൂ. ഇനി അതിന്റെ ബാക്കിയുള്ള നടപടികളെല്ലാം തന്നെ സുപ്രീം കോടതി തീരുമാനിക്കും. എന്തായാലും ജനുവരി 22 ശബരിമലയുമായി ബന്ധപ്പെട്ട 50ഓളം പുനഃപരിശോധനാ ഹർജികൾ ഒന്നും തന്നെ പരിഗണിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രിയ, ശബരിമല പുനഃപരിശോധന ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിവച്ചിരിക്കുകയാണ്. ഈ മാസം 22-ന് പരിഗണിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയായ ഇന്ദു മൽഹോത്രയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ഇപ്പോൾ പരിഗണിക്കുന്ന തീയതി മാറ്റിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. കൊല്ലം ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലത്തിലെ 2 MLA-മാരെയും നഗരപിതാവിനെയും ബൈപ്പാസ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി തിരുവനന്തപുരത്തെ നേമം MLA ഒ രാജഗോപാലിനെയും രാജ്യസഭാ MP-മാരായ സുരേഷ് ഗോപിയെയും വി മുരളീധരനെയും ഉൾപ്പെടുത്തി ബിജെപിയുടെ രാഷ്ട്രീയ കളി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് CPIM ആരോപിച്ചു. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയാണ് ബിജെപി നേതാക്കളെ ഉൾപ്പെടുത്താനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വെട്ടിനിരത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് ബിജെപി പരിപാടിയാക്കി മാറ്റിയത്. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, വനം വകുപ്പ് മന്ത്രി കെ രാജു, MP-മാരായ NK പ്രേമചന്ദ്രൻ, കെ സോമപ്രസാദ്, സുരേഷ് ഗോപി, ബി മുരളീധരൻ, MLA-മാരായ M മുകേഷ്, ഒ രാജഗോപാൽ എന്നിവരാണ് ലിസ്റ്റിൽ ഇടം നേടിയത്. എന്നാൽ ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലങ്ങളിലെ MLA-മാരായ നൌഷാദിനെയും ചവറ വിജയൻപിള്ളയെയും കൊല്ലം നഗരപിതാവ് രാജേന്ദ്രബാബുവിനെയും എന്തിന് ഒഴിവാക്കിയെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ട ഇവർ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി, വി മുരളീധരൻ എന്നീ MP-മാരെയും ഒ രാജഗോപാലിനെയും എന്തിന് ഉൾപ്പെടുത്തിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് MLA-മാരെ ഒഴിവാക്കിയതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ ആരോപിച്ചു. നാളെ വൈകുന്നേരം കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. ഇരവിപുരം, കൊല്ലം, ചവറ മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോകുന്ന ബൈപ്പാസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ 3 മണ്ഡലങ്ങളിലെ MLA-മാരെയും കൊല്ലം മേയറെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി നിശ്ചയിച്ച് പ്രോഗ്രാം നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇന്ന് വൈകുന്നേരം ഇരവിപുരം, ചവറ മണ്ഡലങ്ങളിലെ MLA-മാരെയും കൊല്ലം മേയറെയും ഒഴിവാക്കുകയും BJPയുടെ നേതാവായിട്ടുള്ള ഒ രാജഗോപാലിനെ പ്രത്യേകമായി ഉൾപ്പെടുത്തുകയും ചെയ്തതിൽ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി ശക്തിയായി പ്രതിഷേധിക്കുന്നു. കൊല്ലത്തിന്റെ പൊൻതൂവലായി മാറുന്ന ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നാളെ കൃത്യം 3:30 മണിക്ക് തന്നെ ആശ്രാമം മൈതാനത്ത് എത്തിച്ചേരേണ്ടത്. അർഹതയുള്ള MLA-മാരെ നീക്കി ബൈപ്പാസ് ഉദ്ഘാടന വേദി BJP പരിപാടിയാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വളരെ നാളത്തെ ആ ഒരു നാടിന്റെ കാത്തിരിപ്പായിരുന്നു ഈ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്. ഇത് കടന്നുപോകുന്ന മണ്ഡലത്തിലെ 2 MLA-മാരെയും നഗരപിതാവിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്താണ് ഇതിനു പിന്നിൽ, എന്താണ് ഇവരെ ഒഴിവാക്കാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്? ഒന്ന്, പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇത്ര പേരെ ആകാവൂ എന്നുള്ള ചില നിബന്ധനകൾ സർക്കാർ പരിപാടികളിൽ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പേരെ ഉൾപ്പെടുത്തുന്നതിന് നിലവിൽ 2-3 പേരെ ഒഴിവാക്കണം എന്നുള്ള ഒരു അജണ്ട
ആ അജണ്ട എന്തിനെന്നുള്ളതാണ് ഇവിടെ ഉയർന്ന ചോദ്യം. അതാണ് അതിന്റെ രാഷ്ട്രീയപരമായ മറുപടി. അവിടെ നൌഷാദ് MLA ഇരവിപുരം മണ്ഡലത്തിലൂടെയാണ് ഇത് എല്ലാം ബൈപ്പാസ് കടന്നു പോകുന്നത്. അദ്ദേഹത്തെ ഒഴിവാക്കി. അതുപോലെ ചവറയിലാണ് ഈ ചാവനാടാണ് ഇത് സമാപിക്കുന്നത്. അവിടെ ചവറ വിജയം പിള്ളയെ ആദ്യം ഒഴിവാക്കി. പിന്നീട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയതായി പറയുന്നു. എന്നാൽ ഈ ബൈപ്പാസ് കടന്നു പോകുന്ന പൂർണ്ണമായും കൊല്ലം നഗരത്തിലൂടെയാണ്. അപ്പോൾ അതിന് അവിടെ ഉണ്ടാകേണ്ട നഗരപിതാവ് കൊല്ലം മേയർ അഡ്വക്കേറ്റ് രാജേന്ദ്ര ബാബു അദ്ദേഹത്തെയും ഒഴിവാക്കി. ഈ 3 പേരെയും ഒഴിവാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി, ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത MP-മാരായിട്ടുള്ള സുരേഷ് ഗോപി, അതുപോലെ V മുരളീധരൻ, അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ MP കൂടിയാണ്, നേമം MLA O രാജഗോപാൽ, ഇവർക്ക് 3 പേർക്ക് കൊല്ലം ബൈപ്പാസിന്റെ കാര്യത്തിൽ എന്താണ് കാര്യമെന്നാണ് പൊതുവെ നാട്ടിൽ ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്നത് BJP ആണ്. ആ രാഷ്ട്രീയമാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്നത് മുന്നിൽ കണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കേണ്ടുന്ന BJP ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ ബോധപൂർവം ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. ന്യായമായും സ്വന്തം മണ്ഡലത്തിലൂടെ ബൈപ്പാസ് കടന്നു പോകുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഉണ്ടാകേണ്ടുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു നടപടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ഇത് മുഴുവനും രേഖകൾ തയ്യാറാക്കി അതിൽ വേദിയിൽ ഉണ്ടാകേണ്ട അതിഥികളുടെ പട്ടിക തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൊടുക്കുന്നു. പ്രധാനമന്ത്രി ഓഫീസ് അതിൽ വെട്ടും തിരുത്തലും നടത്തുന്നു. വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവരെ ഉൾപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ 2 or 3 വട്ടം കൊടുത്തതിന് ശേഷമാണ് ഇവരെ എല്ലാം ഒഴിവാക്കിയത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ചവറ വിജയം പിള്ളയെ ഉൾപ്പെടുത്തിയതായിട്ട് അനൌദ്യോഗികമായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് പരിപാടി നടക്കുമ്പോൾ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. രാജ്കുമാർ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്ന 2 മണ്ഡലങ്ങളിലെ MLA-മാരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പകരം തിരുവനന്തപുരത്തെ MLA ആയ O രാജഗോപാലിനെയും ഒപ്പം തന്നെ സുരേഷ് ഗോപി MP-യെയും V മുരളീധരനെയും MP-യെയും ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിലൂടെ ഇപ്പോൾ ഈ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, ആ ഒരു നാടിന്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമായും പങ്കെടുക്കേണ്ട 2 MLA-മാരെയാണ് ഇവർ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കം തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നത്. അത് സംസ്ഥാനത്തെ BJP നേതാക്കളുടെയും ചില UDF-ലെ MP-മാരുടെയും നിർദ്ദേശമൊക്കെ ഇതിനകത്തുണ്ട്. ഈ ബൈപ്പാസിന്റെ തന്നെ ഉദ്ഘാടനം ഈ ഫെബ്രുവരി അടുത്ത മാസം 2-ാം തീയതി മുഖ്യമന്ത്രി രാജ്കുമാർ ദയവായി ഇപ്പോൾ മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, അതായത് ഇന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നത്. നമുക്കറിയാം, ഒരു നാടിന്റെ വലിയ സ്വപ്നമായിരുന്നു ഈ ബൈപ്പാസ്. ഈ ബൈപ്പാസ് കടന്നു പോകുന്ന മണ്ഡലത്തിലെ 2 MLA-മാരെയും അവിടുത്തെ നഗരപിതാവിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. ഇതിന് പിന്നിലുള്ള ഗൂഢനീക്കം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, ഇന്ന് കൊല്ലം ബൈപ്പാസ് തുറക്കുന്നു എന്നത് കൊല്ലം നിവാസികൾക്കും കേരളത്തിനും ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെയും വികസനത്തിന്റെ ഒരു നിർണായകമായ തൂവൽ കൂടി തുന്നിച്ചേർക്കുകയാണ്. പക്ഷെ അതിനെ നിർഭാഗ്യവശാൽ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രോഗ്രാം മിനിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4:30 വരെയും വിജയം പിള്ളയും നൌഷാദും മേയറും ഉണ്ട്. ഇന്നലെ അത് കഴിഞ്ഞ് 4:30-ക്ക് ശേഷം വീണ്ടും കത്ത് വരുമ്പോ ഇവര് 3 പേരും ഔട്ട്. അതിന് പകരം വന്നത് തിരുവനന്തപുരം MLA, മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതികരിക്കുന്ന MP, മറ്റേ സുരേഷ് ഗോപി അടക്കമുള്ള MP-യാണ് വരുന്നത്. ഇപ്പൊ അവരെ പെടുത്തുവേരെ നമ്മൾ പറയുന്നില്ല. തിരുവനന്തപുരം MLA-ക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കാം. ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ MLA-മാർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുന്ന എന്ത് യുക്തിയുടെ പേരിലാണ്? ബൈപ്പാസ് മുഴുവൻ കവർ ചെയ്ത് പോകുന്നത് കോർപ്പറേഷൻ കൂടിയാണ്. കോർപ്പറേഷന്റെ മേയർ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ യുക്തി എന്താണ്? അങ്ങേയറ്റം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റേജിൽ ആരുണ്ടാകണമെന്ന തീരുമാനത്തിന്റെ പിന്നിലെടുക്കുന്നത് എന്ന അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇപ്പൊ നാം കാണുന്നത്. മിനിസ്റ്റർ, ഇവർ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ഇത്രയും ആളുകളെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്നതാണ്. അത് ശരിയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രോട്ടോകോളിൽ ഉൾപ്പെടേണ്ട ആദ്യത്തെ പട്ടികയിൽ ഇടം നേടേണ്ട 2 പേരാണ് അവിടുത്തെ സ്ഥലം MLA-മാരും ഒപ്പം തന്നെ നഗരപിതാവും. ഇവരെ ഒഴിവാക്കിയാണ് ഈ പ്രോട്ടോകോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം MLA ഈ സ്റ്റേജിൽ വരുന്നത് ഏത്
പ്രോട്ടോകോൾ മാനിച്ചാണ്? മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ഇതിനകത്ത് വരുന്നത് ഏത് പ്രോട്ടോകോൾ മാനിച്ചാണ്? അപ്പൊ അതുകൊണ്ട് പ്രോട്ടോകോൾ ഒന്നും പറയേണ്ടതില്ല. ശുദ്ധമായ അസംബന്ധമാണ് തീരുമാനത്തിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് പ്രോട്ടോകോൾ ഒന്നും പറഞ്ഞൊന്നും ആളെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. സങ്കുചിതത്വമാണ് ഇതിന്റെ പിന്നിൽ. ഒരു മഹത്തായ സംരംഭത്തെ എങ്ങനെയാണ് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്, അവിടെ പുലർത്തേണ്ട ജനാധിപത്യ മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ കാണുന്നത്. അത് ഒരു ന്യായീകരണവും ഈ പറയുന്ന ഒരു ന്യായീകരണവും നിലനിൽക്കത്തക്കതല്ല. തീർച്ചയായും വളരെ നന്ദി മിനിസ്റ്റർ, ഞങ്ങളുടെ ഈ അവസരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും രാജ്കുമാറിലേക്ക് പോവുകയാണ്. രാജ്കുമാർ, ഇപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സങ്കുചിതമായ ചില താല്പര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ പ്രോട്ടോകോൾ സഹിതമുള്ള കാര്യങ്ങൾ ഓരോ മിനിറ്റിലും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷം. ഇത് തന്നെ വളരെ വലിയൊരു തെറ്റല്ലേ? കാരണം പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും ആരൊക്കെ പങ്കെടുക്കണമെന്ന കാര്യങ്ങളൊക്കെ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയപരമായ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. BJPയുടെ കൃത്യമായിട്ടുള്ള ഇലക്ഷന് മുന്നോട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതില് ഈ നേമം MLA O രാജഗോപാൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതും, അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP, രാജ്യസഭാ MP V മുരളീധരൻ, ഇവരൊക്കെ എന്തിനാണ് ഇന്ന് BJPയുടെ പൊതുചടങ്ങ് കൊല്ലത്ത് നടക്കുന്നുണ്ട്, ആ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർക്ക് ഇങ്ങനെ ഒരു ഔദ്യോഗിക ഒരു പരിപാടി നടക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ അതേസമയം അർഹതയുള്ള ജനപ്രതിനിധികളെ എന്തിനു ഒഴിവാക്കി? നഗരപിതാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ വരുമ്പോൾ ആ സ്വീകരിക്കേണ്ടുന്ന പ്രഥമ വ്യക്തി കൂടിയാണ്, അതായത് നഗരത്തിലുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ, സിറ്റി പരിധിയിലുള്ള നഗരപിതാവ്. അദ്ദേഹത്തെ പോലും ഇതിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ ചോദ്യം. എന്നാൽ ഇതിൽ CPM ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യ മര്യാദ അനുസരിച്ചിട്ടുള്ള ഒരു കീഴ്വഴക്കം എന്ന നിലയിലുള്ള ഒരു പ്രതിഷേധം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ബഹിഷ്കരണമോ അതുപോലെയുള്ള ഒരു പ്രതിഷേധം വേണ്ട എന്നാണ് CPM ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. CPM ജില്ലാ സെക്രട്ടറി സുദേവൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി 50% വിഹിതം ഈ ബൈപ്പാസ് നിർമ്മാണത്തിലുണ്ട്. കേന്ദ്രത്തിന്റെ ഫണ്ടല്ല. മാത്രമല്ല, ഇതിന്റെ നിർമ്മാണ ചുമതല ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ചത് പൊതുമരാമത്ത് വകുപ്പാണ്, സംസ്ഥാന ഗവൺമെന്റ് ആണ്. ജില്ലാ ഭരണകൂടം കൃത്യമായി ഇതിന് മണ്ണ് ലഭ്യമാകാത്തത്, കല്ല് ലഭ്യമാകാത്തത് ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങളിൽ മുഴുവനും ഇടപെട്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതിനുവേണ്ടി നിരവധി ഉത്തരവുകളും ഈ പാറ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിരോധന ഉത്തരവ് നിലനിൽക്കെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിന് വീണ്ടും പൊട്ടിക്കാനുള്ള അനുവാദം കൊടുത്ത് അത്ര കൃത്യമായി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ ബൈപ്പാസിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ 75% ഈ സർക്കാരിന്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇത് പൂർത്തിയാക്കിയത്. 1987-90 കാലഘട്ടത്തിൽ VK നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയാണ് ഇതിന് പൂർണ്ണമായും ഫണ്ടും മറ്റു കാര്യങ്ങളും നീക്കിവെക്കുന്നത്. പിന്നീട് ഇതിൽ പീതാംബരക്കുറുപ്പ്, അതുപോലെ കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതിന്റെ തുടർ നടപടികൾ ഒന്നും തന്നെ നീങ്ങിയിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് 25% മാത്രം പൂർത്തിയായി കിടന്ന ഒരു ബൈപ്പാസിനെ 75% പൂർത്തിയാക്കി മനോഹരമാക്കി മികച്ച ഒരു ഭാവന സൃഷ്ടിയിലേക്ക് ഇത് കൊണ്ടുവരികയും ഇനി ഇതിനുള്ള മറ്റ് മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ മന്ത്രി സുധാകരനും അതുപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ, നൌഷാദ് MLA ഉൾപ്പെടെയുള്ളവർ, മേയർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ബൈപ്പാസ് സന്ദർശിച്ചിരുന്നു ഇന്നലെ. ആ സന്ദർശന വേളയിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 13 കിലോമീറ്റർ വരുന്ന ബൈപ്പാസിന്റെ മുഴുവനും സ്ഥലങ്ങളിൽ ലൈറ്റ് സ്ഥാപിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളും നടപടികളും മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെയുള്ള കൃത്യമായ ഇടപെടലുകൾ നടക്കുമ്പോഴാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളെ ഒഴിവാക്കിക്കൊണ്ട് BJPയുടെ ജനപ്രതിനിധികളെ ഇതിൽ ഉൾപ്പെടുത്തി ഒരു BJP പരിപാടിയാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നത്. രാജ്കുമാർ, ഇപ്പോൾ നമുക്ക് CMന്റെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ വിജയൻ പിള്ളയെ ഈ ഒരു ചടങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ നൌഷാദ് MLA മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതിൽ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചവറ വിജയൻ പിള്ളയെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഒരു ഉത്തരവ് വന്നതായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയ സൂചിപ്പിച്ചതുപോലെ അതിന് സ്ഥിരീകരണം വരികയും ചെയ്തിരിക്കുന്നു. വിജയൻ പിള്ള ചവറ
മണ്ഡലമാണ്. അതായത് ഇത് തുടങ്ങുന്നത് ഇരവിപുരം മണ്ഡലത്തിൽ നിന്നാണ്. കൊല്ലം മണ്ഡലം വഴി അത് ഇരവിപുരം, കൊല്ലം, ചവറ മണ്ഡലങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ അതിലെ 3 MLA-മാർക്കും സാധ്യത ഉണ്ടായിരിക്കണം. കൊല്ലം MLA എം മുകേഷിനെ ഇതിൽ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. ചവറ വിജയൻപിള്ളയും നൌഷാദിനെയാണ് ഒഴിവാക്കിയിരുന്നത്. ഇപ്പൊ ചവറ വിജയൻപിള്ളയും ഉൾപ്പെടുത്തി. പക്ഷേ ഇരവിപുരം MLA നൌഷാദിനെ പൂർണ്ണമായി ഒഴിവാക്കി, നഗരപിതാവിനെയും ഒഴിവാക്കി. ഇതാണ് ഉയരുന്ന ചോദ്യം. ഇതിന് മറുപടി ഇതുവരെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ചെയ്യുന്നതാണ്. തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, അതൊക്കെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അർഹതയുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP വൃത്തങ്ങൾ അനൌദ്യോഗികമായി നമ്മളോട് പ്രതികരിച്ചത്. രാജ്കുമാർ, അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സമീപിക്കുമ്പോൾ അവർ പറയുന്ന വിശദീകരണം ഈ പ്രോട്ടോകോൾ എന്നത് തന്നെയാണോ? അവർ പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇവരെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണോ പറയുന്നത്? കാരണം പ്രധാനപ്പെട്ട ആളുകളാണ് അവിടുത്തെ സ്ഥലം, ആ ബൈപ്പാസ് കടന്നു പോകുന്ന മണ്ഡലങ്ങളിലെ MLA-യും ഒപ്പം തന്നെ നഗരപിതാവും എന്നുള്ളത്. അവരെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോകോൾ തന്നെയാണോ അവർ നൽകുന്ന വിശദീകരണം? പ്രോട്ടോകോളിന്റെ പേരിൽ മാത്രമല്ല, ഇതിൽ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇവരിതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം മറുപടി പറയാൻ കഴിയില്ല അവർക്ക്. കാരണം രാഷ്ട്രീയമായി എടുത്ത തീരുമാനത്തിന് ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായാൽ എങ്ങനെ മറുപടി പറയുമെന്നുള്ള ഒരു ആശങ്കയും അവർക്ക് ഒരു സംശയവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ഇവിടുത്തെ BJP നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല, തുനിഞ്ഞിട്ടില്ല. രാജഗോപാലിനെ ഉൾപ്പെടുത്താമെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു മണ്ഡലത്തിന്റെ MLA ആയ ഏക MLA, BJPയുടെ കേരളത്തിലെ ഏക MLA ആയ രാജഗോപാലിനെ നിയമമണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹത്തിന് കൊല്ലം ബൈപ്പാസുമായിട്ട് എന്ത് ബന്ധം? അദ്ദേഹത്തിന് ഇപ്പൊ BJPയുടെ ഒരു പരിപാടിയിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ ഔദ്യോഗികമായ ഒരു പരിപാടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൂടി പങ്കുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ ലിസ്റ്റ് നൽകിയത്. ആ ലിസ്റ്റാണ് വെട്ടിനിരത്തി അതിൽ ചില തിരുത്തലുകൾ വരുത്തി അതിൽ ചില ആൾക്കാരെ തിരികെ കയറ്റി ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇതിനു മുമ്പും ഇതേപോലെ പത്മശ്രീ ഉൾപ്പെടെയുള്ള അവാർഡിന്റെ കാര്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഇടപെടലുകൾ മുമ്പും ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിലും ആവർത്തിച്ചു. അതിൽ ഇന്ന് എടുത്തിരിക്കുന്ന CPM ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം നൌഷാദ് MLA-യും ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഈ നഗരപിതാവ് അഡ്വക്കേറ്റ് രാജേന്ദ്ര ബാബുവും ഇവർ രണ്ടുപേരും ഇന്ന് ചടങ്ങിനെത്തും. അവർ മാറി നിൽക്കില്ല, ചടങ്ങിലെത്തി സാധാരണ ജനങ്ങൾ ഇരിക്കുന്നതിനൊപ്പം തന്നെ അവരും ഇരിക്കും. ആ ചടങ്ങിന് പൂർണ്ണ സഹകരണം അവർ നൽകുകയും ചെയ്യും. ആ പരിപാടി വിജയിപ്പിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യും. അതിന്റെ ഇടതുപക്ഷ പ്രവർത്തകർ മുഴുവനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇടതുമുന്നണി അതിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം എന്ന നിലയിൽ മാത്രമാണ് വാർത്താക്കുറിപ്പ് ഇറക്കുകയും CPM ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധത്തിന്റെ കാര്യമില്ല. പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. ഇങ്ങനെ ഒരു വെട്ടിനിരത്തൽ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. എന്തുകൊണ്ട് നൌഷാദിനെ ഒഴിവാക്കി, നഗരപിതാവിനെ ഒഴിവാക്കി ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആ നിലയിൽ അതിന് വ്യക്തമായ കാരണം അവർക്ക് ഇല്ലാത്തടത്തോളം കാലം അവർക്ക് അവരത് കുടുങ്ങുക തന്നെ ചെയ്തു. രാഷ്ട്രീയപരമായ ഒരു അധപതനമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിലാണ് നിലവിലുള്ള കൊല്ലം ജനത. രാജ്കുമാർ, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പ്രധാനമായി ഉൾപ്പെടേണ്ടതാണ് ഗവർണറുടെ ഉദ്യോഗസ്ഥർ, അതായത് ADC, GID സെക്രട്ടറിമാർ എന്ന് പറയുന്നത്. അവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് CM-ന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ ആയിരിക്കും പ്രോട്ടോകോളിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇത്ര പേർ വേദിയിൽ ഉണ്ടായിരിക്കണം, അതിനപ്പുറത്തേക്ക് ആരും വേണ്ട. അപ്പൊ ഇതില് 3 പേരെ, സുരേഷ് ഗോപി, V മുരളീധരൻ, രാജഗോപാൽ, അർഹതയില്ലാത്ത ഇതുമായി യാതൊരു കൊല്ലം ബൈപ്പാസുമായി യാതൊരു ബന്ധവുമില്ലാത്ത 3 പേരെ ഇവിടെ കൊണ്ട് ഇരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കടുംവെട്ട് ഇവർ വെട്ടിയിരിക്കുന്നത്. ഇത്രയും അർഹതയുള്ള MLA-മാരെയും അതുപോലെ നഗരപിതാവിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് അവർക്ക് അവിടെ തിരികെ കയറ്റിയത്. എന്നാൽ ഇപ്പൊ പ്രിയ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നിലവിൽ അതിൽ ഉൾപ്പെടുത്തേണ്ടുന്നവരെ മാനദണ്ഡം അനുസരിച്ച് ഉൾപ്പെടുത്തുന്നവരെ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു BJP ഓഫീസായി മാറിയെന്ന് CPM ആരോപിക്കുന്നു. ഈ ഒരു സംഭവം വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രധാനമന്ത്രി എത്തുകയാണ് ഇന്ന് കേരളത്തിലേക്ക്. ഈ ഒരു ചടങ്ങാണ് പ്രധാനമായും അദ്ദേഹം പങ്കെടുക്കുന്ന ഒന്ന്. അതിന് പങ്കെടുക്കാൻ അദ്ദേഹം എത്തുമെന്ന്. ഈ അവസരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം പുറപ്പെട്ടിരിക്കുന്നത്. വിവാദമായ സ്ഥിതിക്ക് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ അവസാനമായി പ്രോട്ടോകോളിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായി നമുക്കൊരു സൂചന ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇതുവരെ അത് സംബന്ധിച്ച് കൂടുതൽ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പം മുമ്പ് ജില്ലാ
ഇൻഫർമേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ വിജയൻപിള്ളയെ ഉൾപ്പെടുത്തിയത് പോലും രേഖാമൂലമുള്ള അറിയിപ്പൊന്നും ഇവിടെ ലഭ്യമായിട്ടില്ല. അത് ഒരു പക്ഷേ പ്രിയ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമേ വന്നിട്ടുണ്ടാവണം. താഴേക്ക് അത് ഇതുവരെ കൊടുത്തിട്ടുമില്ല. അങ്ങനെയാകുമ്പോൾ ഈ വിജയൻപിള്ളയുടെ കാര്യത്തിൽ മാത്രമാണ് ഇതിലൊരു ഒരു പുനർപരിശോധന അവർ നടത്തി എന്നുള്ളത് വ്യക്തം. മറ്റുള്ളവരെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുമില്ല. പക്ഷേ CPM ഇത് വകവെക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ ഇക്കാര്യം വകുപ്പ് മന്ത്രി സുധാകരനുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഒരു വിവാദത്തിന് താനില്ല, താനും കൂടി ചേർന്ന് താൻ ആതിഥേയം വഹിക്കുന്ന, തന്റെ വകുപ്പ് ആതിഥേയം വഹിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിവാദത്തിനില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി എന്തെങ്കിലും ഒരു പ്രതികരണത്തിനുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഇതിലൊരു മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇതുവരെ ഇത് നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇത് ഉപയോഗപ്രദമാണ്, ഈ പാലങ്ങൾ ഗതാഗതത്തിന് സജ്ജമാണ് എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഈ നിമിഷം വരെ ദേശീയ പാതയുടെ അതോറിറ്റി അത് ഇതുവരെ സംസ്ഥാന ഈ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടില്ല. അപ്പോൾ പൊതുജനത്തിന് ഇതിലൂടെ സഞ്ചരിക്കാനുള്ള ഇതെല്ലാം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. അങ്ങനെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു പദ്ധതിയിലാണ് ധൃതി പിടിച്ച് ഒരു നിർബന്ധം പിടിച്ച് ജനുവരി 15-ാം തീയതി താൻ എത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ആദ്യം അറിയിക്കുന്നത് പ്രേമചന്ദ്രനെ, MP-യെ, അതുപോലെ മറ്റു ചിലരെ അറിയിക്കുന്നു, BJP വൃത്തങ്ങളെ അറിയിക്കുന്നു. ഏറ്റവും ഒടുവിൽ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുന്നത്. ആദ്യം അറിയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനെയാണ്. അത് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു മര്യാദ കാണിക്കാതെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ തുടക്കം മുതലേ പ്രതികരിച്ചത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആക്ഷൻ ഒരുപക്ഷെ നേരത്തെ ഡിക്ലെയർ ചെയ്താൽ തനിക്ക് ഇനി കേരളത്തിലേക്ക് അതിന്റെ പേരിൽ വരാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ധൃതി പിടിച്ച് ഈ ജനുവരി 15-ന് ഈ പരിപാടി തീരുമാനിക്കുകയും മറ്റൊരു പരിപാടി കൂടി BJPയുടെ പരിപാടി കൂടി തീരുമാനിക്കുകയും അതനുസരിച്ച് അദ്ദേഹം വരുന്നത്. രാജ്കുമാർ, അത് തന്നെയാണ് രാജ്കുമാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് തന്നെയാണ് വളരെ ധൃതി പിടിച്ചുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കൊല്ലം ബൈപ്പാസിൽ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ഈ ഒരു ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിനായി അത് പൂർത്തിയാക്കാൻ വലിയ കടമ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് സഹായം ഈ ഒരു ബൈപ്പാസിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. വലിയ പങ്കാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി വഹിച്ചത്. എന്നാൽ ധൃതി പിടിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നു പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു, ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാം. അതും രാജ്കുമാർ സൂചിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ആദ്യം അറിയിക്കേണ്ട സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് അതിനുമായുള്ള നീക്കങ്ങൾ നടത്തിയത്. അവസാനമാണ് സർക്കാരിനെ ഇവർ അറിയിക്കുന്നത്. ഇതിലെല്ലാം നമുക്ക് കൂട്ടി വായിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ രാഷ്ട്രീയ കളി, ഇതെല്ലാം തുറന്നു വരുന്ന കാര്യങ്ങളല്ലേ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ആദ്യം ഒരു 15 ദിവസം മുമ്പാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ എത്തിയേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഈ മലയാള ദിനപത്രങ്ങൾ വാർത്ത നൽകുന്നത്. അന്ന് തന്നെ എല്ലാവർക്കും ഒരു ആശ്ചര്യമായിരുന്നു. കാര്യം അന്ന് സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ജനുവരിയിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും, മുഖ്യമന്ത്രി ആയിരിക്കുമെന്നുള്ള ഒരു സൂചന തന്നിരുന്നു. പിന്നീടാണ് അതിന്റെ 2-3 ദിവസം കഴിയുമ്പോഴാണ് ഫെബ്രുവരി 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അപ്പോഴേക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം വെച്ചതും. രാജ്കുമാർ, ദയവായി തുടരുക. ഇപ്പോൾ മിനിസ്റ്റർ K. രാജു നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിനായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. നമുക്കറിയാം അത് വലിയൊരു നാടിന്റെ വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. പക്ഷേ ആ ബൈപ്പാസ് കടന്നു പോകുന്ന മണ്ഡലങ്ങളിലെ 2 മണ്ഡലങ്ങളിലെ MLA-മാരെയും ഒപ്പം തന്നെ നഗരപിതാവിനെയും ക്ഷണിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നഗരപിതാവിനെയും അതുപോലെ തന്നെ അത് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരെയും ക്ഷണിക്കേണ്ടത് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഉദ്ഘാടനം നടത്തി നാടിന് സമർപ്പിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൽ പങ്കാളികളാകാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് അവസരം ഒരുക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ മറ്റു പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെയും മറ്റും കുത്തിത്തിരിയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയുമല്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ ഒരു നീക്കത്തിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഒരു പ്രോട്ടോകോൾ എന്ന വിഷയമാണ് ഇവർ പറയുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്താൻ സാധിക്കാതെ ഇരുന്നതെന്നാണ്. എന്നാൽ ആദ്യം ഈ പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ MLA-മാരെയും നഗരപിതാവിനെയും ആയിരിക്കില്ലേ? ഒപ്പം തന്നെ ഗവർണറുടെ ഉദ്യോഗസ്ഥരെ അവരെയും ഒഴിവാക്കിക്കൊണ്ട് ഈ MP-മാരെ സുരേഷ് ഗോപി, V. മുരളീധരൻ ഉൾപ്പെടെയുള്ള MP-മാരെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ
പിന്നെ മറ്റ് MP-മാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചത്, മേയർ അടക്കമുള്ളവരെ ഒഴിവാക്കിയിട്ട് അവരെ ഉൾക്കൊള്ളിച്ചത് അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കമാണ്. ഇത് യഥാർത്ഥത്തിൽ പിന്നെ എത്രയോ വർഷക്കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഇത് ഇപ്പൊ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, ഇപ്പോഴുള്ള സംസ്ഥാന ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പല പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങൾ നടത്തി വർക്ക് സ്പീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് റോഡ് ഇപ്പൊ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. റോഡ് പൂർത്തീകരിച്ചതിനുള്ള സന്തോഷം ജനങ്ങൾക്കുണ്ട്. പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഈ മറ്റ് സ്റ്റേറ്റ് MLA-മാരെയും ഒഴിവാക്കിയത് പ്രതിഷേധം അറിയിക്കുന്ന സംഗതിയാണ്. തീർച്ചയായും നന്ദി മിനിസ്റ്റർ ഞങ്ങളുടെ പ്രതികരിച്ചതിന്. എന്തായാലും കൊല്ലം ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലത്തിലെ 2 MLA-മാരെയും നഗരപിതാവിനെയും ബൈപ്പാസ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ നേമം MLA ഒ രാജഗോപാലിനെയും രാജ്യസഭാ MP-മാരായ സുരേഷ് ഗോപിയെയും വി മുരളീധരനെയും ഉൾപ്പെടുത്തി BJP-യുടെ രാഷ്ട്രീയ കളിയാണ് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്നാണ് CPM ആരോപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയാണ് BJP നേതാക്കളെ ഉൾപ്പെടുത്താനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വെട്ടിനിരത്തിയത്. ഇതിന്റെ വിശദാംശങ്ങളാണ് കൊല്ലത്തു നിന്നും രാജ്കുമാർ നൽകിയത്. മടങ്ങിവരാം ഒരിടവേളയ്ക്ക് ശേഷം. ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിന് ശേഷം തീർത്ഥാടകർ മലയിറങ്ങുകയാണ്. അതേസമയം റിവ്യൂ ഹർജി മാറ്റിവെച്ചതിൽ യാതൊരു ആശങ്കയുമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും റിനു ചേരുന്നുണ്ട്. റിനു, മകരവിളക്കിന് ശേഷം തീർത്ഥാടകർ മലയിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ റിവ്യൂ ഹർജി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. 22-ന് പരിഗണിക്കേണ്ടിയിരുന്ന ഹർജികൾ മാറ്റിവെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. യാതൊരു ആശങ്കയും റിവ്യൂ ഹർജി മാറ്റിയതിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്? പ്രിയ, സമാധാനപരമായിട്ടുള്ള ഒരു മണ്ഡലകാലം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൃത്യമായി അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നാൾ റിവ്യൂ ഹർജി മുന്നോട്ട് കൊണ്ടുപോയില്ലേ സുപ്രീം കോടതി, അതുകൊണ്ട് തന്നെ കേസ് മാറ്റിവെച്ചതിൽ ബോർഡിന് യാതൊരുവിധ ആശങ്കയുമില്ല. കോടതിയെ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് അനുസരിക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന് ആചാരങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു. നിലവിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് ശബരിമലയിൽ ഉള്ളത്. എന്നാൽ ആ ആചാരങ്ങളെക്കുറിച്ച് ഭക്തർക്കുള്ള തർക്കം കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നൽകുകയുണ്ടായി. മറ്റൊന്ന്, രാഷ്ട്രീയമായിട്ടുള്ള ചില തർക്കങ്ങൾ പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിലൊരു തർക്കങ്ങൾ ഒരു കാരണവശാലും രാഷ്ട്രീയമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തന്നെ ദേവസ്വം ബോർഡ് കാണുമെന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, വരുമാനം കുറഞ്ഞെങ്കിലും യാതൊരു രീതിയിലുള്ള ആശങ്കയും സംസ്ഥാന സർക്കാർ ഒപ്പമുള്ളത് കൊണ്ട് ഇല്ല എന്നുള്ളതാണ്. കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിഷമവും ബുദ്ധിമുട്ടും ദേവസ്വം ബോർഡിന് ഇല്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്, സമാധാനപരമായിട്ടുള്ള ഒരു മണ്ഡലകാലം തന്നെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 6:38 മകരവിളക്ക് ദർശിച്ചതിന് ശേഷം അയ്യപ്പന്മാർ തിരികെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടിയും വലിയ തിരക്ക് സന്നിധാനത്തുണ്ട്. കാരണം ഇന്നലെ ദർശനം കണ്ടതിന് ശേഷം അയ്യപ്പ ദർശനത്തിന് വേണ്ടി മകരവിളക്ക് കണ്ടതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച, അയ്യപ്പ ഭക്തന്മാരെല്ലാം തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടതിന് ശേഷം ഭക്തരെല്ലാം തന്നെ പമ്പയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചിത്രത്തിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. തേങ്ങയടിച്ച് മല ചവിട്ടിയ ഇവർ തേങ്ങയടിച്ച് തന്നെ മല ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇനി 5 ദിവസമാണ് മാസപൂജ. ഇന്ന് മാസപൂജയ്ക്ക് വേണ്ടിയാണ് നട തുറന്നിരിക്കുന്നത്. മാസപൂജ 5 ദിവസം 20-ാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇതിൽ 18-ാം തീയതി വരെയാണ് നെയ്യഭിഷേക ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശേഷം 19-ാം തീയതി പന്തളം രാജകുടുംബത്തിന് നെയ്യഭിഷേകം നടത്തുവാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം 20-ാം തീയതി 19-ാം തീയതിയോടുകൂടി തന്നെ ഭക്തന്മാർക്ക് ഇവിടേക്ക് കടക്കുവാനുള്ള ഒരു അവസരം ഇല്ലാതാകുമെന്നുള്ളതാണ്. അതിനുശേഷം 20-ാം തീയതി പന്തളം രാജകുടുംബത്തിനാണ് ആചാരാനുഷ്ഠാന പ്രകാരം ഇവിടെ പൂജ നടത്തുവാനുള്ള ഒരു അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി മറ്റ് ഭക്തരെ അങ്ങോട്ട് കടത്തിവിടുന്നതല്ല. അതുകൊണ്ട് 20-ാം തീയതി പുലർച്ചയോടുകൂടി ആ ആചാരാനുഷ്ഠാന ക്രമമുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് നടയടയ്ക്കും. ഈ രീതിയിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് അയ്യപ്പ സന്നിധിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ രീതിയിലുള്ള ഒരു ഭക്തി നിർഭരമായ കാഴ്ചയും കണ്ട് അയ്യപ്പനെയും മകരവിളക്കും ഒക്കെ ദർശിച്ച് അയ്യപ്പ ഭക്തർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പ്രിയ, ശരി, റിനുവാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മകരജ്യോതി കണ്ട ശേഷം അയ്യപ്പ ഭക്തർ മലയിറങ്ങുകയാണ്. വിവരങ്ങളാണ്
റിനു നൽകിയത്. ശബരിമല പുനഃപരിശോധന ഹർജി സുപ്രീംകോടതി ഈ മാസം 22-ന് പരിഗണിക്കില്ല. ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിലെ ഇന്ദു മൽഹോത്ര ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിയിൽ പ്രവേശിച്ചതിനാണ് മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ശബരിമലയിലെ റിവ്യൂ ഹർജികൾ 22-നായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. അതിന് തന്നെയാണ് എല്ലാവരും കാത്തിരുന്നതും. എന്നാൽ ഇപ്പോൾ സുപ്രീംകോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇന്ദു മൽഹോത്രയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണോ, മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് പറഞ്ഞത്? പ്രിയ, ഇന്ന് രാവിലെ 10:30 കൂടി തന്നെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ ശബരിമല കേസുമായി ബന്ധപ്പെട്ട കാര്യം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു, മെൻഷൻ ചെയ്യുകയായിരുന്നു. ഈ നിലവിൽ തന്നെ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിധി പ്രസ്താവനവും കേസിന്റെ നടത്തിപ്പുമായി കേസ് വാദം കേൾക്കുന്ന എല്ലാം തന്നെ ലൈവായി തന്നെ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ആവശ്യപ്പെട്ടിരുന്നു മാത്യൂസ് നെടുമ്പാറ. ഇതിനു മുമ്പേ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന്റെ ഒരു വിധി പ്രസ്താവന തന്നെയായിരുന്നു. എല്ലാ വിഷയങ്ങളും, അതായത് പ്രധാനപ്പെട്ട കേസുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ, കോടതികൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ, ജനങ്ങൾക്ക് കാണാൻ വേണ്ടി സൗകര്യമൊരുക്കാം, ജനങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി തന്നെ അറിയാം എന്നാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വിധി പ്രസ്താവം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല കേസ് പ്രധാനപ്പെട്ട കേസാണ്. ആ കേസ് എന്തായാലും തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി പരിഗണന എത്തിയിരുന്നു. ആ കാര്യം മെൻഷൻ ചെയ്യുകയായിരുന്നു മാത്യൂസ് നെടുമ്പാറ 10 കൂടി തന്നെ. ആ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയത്, നിലവിൽ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു ജസ്റ്റിസ് ആയിരിക്കുന്ന ഇന്ദു മൽഹോത്ര ഇപ്പോൾ അവധിയിലാണ്. അതുകൊണ്ട് തന്നെ ശബരിമല കേസ് 22 പരിഗണിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു, നമുക്ക് കാത്തിരുന്നു കാണാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എത്ര ദിവസത്തെ അവധിയിലാണെന്ന് വ്യക്തമായിട്ടില്ല. അവർ അതോടൊപ്പം തന്നെ ഇന്ദു മൽഹോത്ര ശാരീരികമായ അസ്വസ്ഥത കാരണമാണ് അവധിയിൽ പ്രവേശിച്ചതെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ജനുവരി 22 പരിഗണിക്കാൻ സാധിക്കില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട 50ഓളം പുനഃപരിശോധന ഹർജികളും റിട്ടുകളുമാണ് സുപ്രീം കോടതിയിൽ പരിഗണനയുള്ളത്. അതെല്ലാം തന്നെ ഓരോ തവണ ഓരോ വ്യക്തികൾ ഈ പറഞ്ഞ പുനഃപരിശോധന ഹർജികൾ ഫയൽ ചെയ്യുമ്പോൾ കേസ് അടിയന്തരമായി വാദം കേൾക്കണം, കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്നെല്ലാം തന്നെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നു, മെൻഷൻ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമായി പറഞ്ഞു, 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് പരിഗണിക്കേണ്ട സാഹചര്യമില്ല. എല്ലാ പെറ്റീഷനും എല്ലാ ഹർജിക്കാരുടെയും എല്ലാം കേട്ടതിനു ശേഷം 22-ാം തീയതി എല്ലാം ഒന്നിച്ച് പരിഗണിക്കാമെന്നാണ് ആദ്യമേ വ്യക്തമാക്കിയത്. അല്ലാതെ ഓരോരോ ഹർജി വരുമ്പോഴും പെട്ടെന്ന് പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും എല്ലാ ഹർജികളും പുനഃപരിശോധന ഹർജികളും ജനുവരി 22 മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏക വനിതാ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലാണ്. അതുകൊണ്ട് തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് 22 പരിഗണിക്കാൻ പറ്റുമോ എന്ന കാര്യം വ്യക്തതയില്ലെന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ തന്നെ യുവതീ പ്രവേശന വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവർ ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട എത്ര ദിവസത്തോളം ലീവ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 22 പരിഹരിക്കാൻ സാധിക്കില്ലെന്നൊരു നിലപാടിലേക്കാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എത്തിയിരിക്കുന്നത്. നിലവിൽ തന്നെ ഇന്ന് മാത്യൂസ് നെടുമ്പാറയായിരുന്നു ഒരു ശബരിമല കേസുമായി ബന്ധപ്പെട്ട മെൻഷനിങ് നടത്തിയ സമയത്താണ് ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല കേസ് എന്തായാലും ജനുവരി 22 പരിഗണിക്കുകയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രിയ ഹരീഷ്, അതായത് ഇപ്പോൾ 22 പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ദു മൽഹോത്രയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ എത്ര ദിവസം അവധിയിലാണ് ഇന്ദു മൽഹോത്ര പ്രവേശിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അതനുസരിച്ച് ഈ ഹർജി പരിഗണിക്കുന്ന കാലാവധിയും നീളുമെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഇനി നമുക്ക് ഈ കേസിന് എന്ന് കോടതിയുടെ പരിഗണന വരും എന്നുള്ള കാര്യം നമുക്കൊന്ന് വ്യക്തമായി തന്നെ ഒരു തരത്തിലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അത് കോടതിയുടെ അധികാര പരിധിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി 22-ാം തീയതി കേസ് പരിഗണിക്കുന്ന അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം ഈ എല്ലാ ഹർജിയും ഒരു ദിവസം തന്നെ അദ്ദേഹം തീരുമാനിച്ചിട്ട് ജനുവരി 22 എല്ലാ കേസും ഒരുമിച്ച് പരിഗണിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം അനുസരിച്ച് 30 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുവേണ്ട റിവ്യൂ പെറ്റീഷൻ പുനഃപരിശോധന ഹർജികൾ ഫയൽ ചെയ്യാമായിരുന്നു കക്ഷികൾക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഹർജികൾ എല്ലാം തന്നെ വീഴുമ്പോഴും മണ്ഡലകാലമാണ്, അതോടൊപ്പം തന്നെ അടിയന്തരമായി പരിഗണിക്കണം, ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്നെല്ലാമായിരുന്നു പലരുടെയും വാദം. പക്ഷെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഈ ഹർജി എത്തുമ്പോഴും ഈ കാര്യം മെൻഷൻ ചെയ്യുമ്പോഴും അത് അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ല. 5-അംഗ ഭരണഘടനാ ബെഞ്ച് 8 ദിവസം നിരന്തരമായി വാദം കേട്ട് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ കേട്ടതിന് ശേഷം നടത്തിയ വിധി പ്രസ്താവമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കേസും ഒരുമിച്ച് 22-ാം തീയതി വെച്ചത്. ഇനി എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് 5-അംഗ ഭരണഘടന തുറന്ന കോടതിയിൽ വാദം കേൾക്കും
കേൾക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത്. അപ്പൊ ഈ തുറന്ന കോടതി വാദം കേൾക്കുമ്പോൾ തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ ഈ വിയോജിച്ച് യുവതി പ്രവേശനത്തിനെതിരെ ഒരു വിധി പ്രസ്താവന നടത്തിയതാണ് ഇന്ദു മൽഹോത്ര. അപ്പൊ എല്ലാവരും തന്നെ ഒത്തുചേരേണ്ട സമയമാണ്. 5 അംഗ ബെഞ്ചിലെ 5 പേര് വേണം ഈ വിധി പ്രസ്താവന ഈ കേസ് വാദം കേൾക്കും. അതുകൊണ്ട് തന്നെ അവർ വന്നതിന് ശേഷം മാത്രമേ ബാക്കി നിയമ നടപടി കാര്യങ്ങൾ പോകാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഇനി എന്നത്തെ ഈ കേസ് വരുമെന്നുള്ള കാര്യം വ്യക്തതയില്ല. കാരണം ഇനി സുപ്രീം കോടതി തീരുമാനിക്കണം അടുത്ത ദിവസം എന്നാണ് അതിന്റെ ഹിയറിംഗ് കേൾക്കേണ്ട കാര്യമെന്നെല്ലാം തന്നെ. എന്തായാലും ജനുവരി 22-ന് പരിഗണിക്കാൻ പറ്റുകയില്ല എന്ന നിലപാടിലേക്കാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയ, ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റി. 22-നായിരുന്നു ഹർജികൾ പരിഗണിക്കേണ്ടത്. എന്നാൽ ബെഞ്ചിലെ അംഗമായ ഇന്ദു മൽഹോത്രയുടെ ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് ഇന്ദു മൽഹോത്ര അവധിയിൽ പോയതിനാലാണ് ഇപ്പോൾ റിവ്യൂ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഹരീഷ് നൽകിയത്. ശബരിമലയിൽ പോകാൻ അനുമതി തേടിയുള്ള ബിജെപി നേതാവ് കെ സുരേന്ദ്രന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ലെന്നും കോടതി വ്യക്തമാക്കി. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കെ സുരേന്ദ്രന്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത്? കടുത്ത വിമർശനമാണ് സുരേന്ദ്രന് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഇന്നും കേൾക്കേണ്ടി വന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നത്? അത് അക്രമം ഉണ്ടാക്കാനല്ലേ എന്ന് കോടതി വാക്കാൽ ചോദിച്ചു. പരോളിലുള്ള പ്രതികൾ വരെ മലയിൽ പോകുന്നുണ്ട് എന്നായിരുന്നു ഇതിന് സുരേന്ദ്രന്റെ അഭിഭാഷകന്റെ മറുവാദം. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞവർക്ക് ഈ ആനുകൂല്യം നൽകാനാവില്ല. കൊലക്കേസ് പ്രതികൾ പോകുന്നുണ്ടെങ്കിൽ അവർ പോകട്ടെ, സുരേന്ദ്രൻ പോകേണ്ടതില്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയായിരുന്നു. സുരേന്ദ്രന്റെ ഹർജിയെ സ്വാഭാവികമായും പോലീസ് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. കാരണം അവിടെ അക്രമ സംഭവങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് സുരേന്ദ്രന്റെ ശ്രമം. അതുകൊണ്ട് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കരുത് എന്നായിരുന്നു പോലീസിന്റെ വാദം. പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചുകൊണ്ട് സുരേന്ദ്രന്റെ ഹർജി തള്ളുകയായിരുന്നു. സുരേന്ദ്രന് വേണമെങ്കിൽ ഇളവിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കടുത്ത വിമർശനം സുരേന്ദ്രൻ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കേൾക്കേണ്ടി വന്നു. ഏതായാലും ഇന്നും സമാന രീതിയിൽ വലിയ വിമർശനമാണ് സുരേന്ദ്രന് കോടതിയിൽ നിന്നുണ്ടായത്. ശബരിമലയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ജാമ്യവ്യവസ്ഥയിലും ഇളവുകൾ നൽകിയിട്ടില്ല. വിവരങ്ങളാണ് സാലി നൽകിയത്. ഇടവേള. മുനമ്പം മനുഷ്യക്കടത്ത് മുനമ്പം തുറമുഖം രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ. വിദേശ നുഴഞ്ഞുകയറ്റം നടന്നോ എന്നതുൾപ്പെടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് നുഴഞ്ഞുകയറ്റ സാധ്യത അന്വേഷിക്കാൻ കാരണമായത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പ്രിയ, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. അഡീഷണൽ എസ് പി എം ജെ സോജന്റെ നേതൃത്വത്തിൽ 16 അംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഇതിലൊരു സംഘം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് പോയ പലരുടെയും ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ ബാഗിൽ നിന്നുള്ള മേൽവിലാസം അനുസരിച്ച് പലരും ഡൽഹിയിൽ നിന്നാണ് എത്തിയത് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘം ഇപ്പോൾ ഡൽഹിയിലെത്തി ആ മേൽവിലാസം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വലിയ മനുഷ്യക്കടത്ത് സംഘമായി, മനുഷ്യക്കടത്ത് റാക്കറ്റുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ അത്തരം മനുഷ്യക്കടത്ത് റാക്കറ്റുകളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം ഈ മനുഷ്യക്കടത്ത് എന്നതിന് പുറമെ തന്നെ പലരും വിദേശത്ത് നിന്ന് കേരള തീരത്തേക്ക് നുഴഞ്ഞു കയറി ഇവിടെ താമസമാക്കിയിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സാധ്യതകൾ പരിശോധിക്കാൻ കാരണം ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗുകൾ കണ്ടെത്തിയത് തന്നെയാണ്. ദീർഘദൂര യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളും മറ്റുമെല്ലാം ഇത്തരത്തിൽ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും വന്നു താമസിക്കുന്നതിന്റെ ഭാഗമായുള്ളതായിരിക്കാം ആ ബാഗുകൾ എന്നാണ് പോലീസ് കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉള്ള ലോഡ്ജുകളിലും ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിലും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഒപ്പം ഇവിടെ മുനമ്പത്തുനിന്ന് പോയവർ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേകളിലെയും മറ്റും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ രേഖകളിൽ പറയുന്നത് പ്രകാരം പലരും ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളാണോ എന്ന് സംശയിക്കത്തക്ക രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത്, എങ്ങോട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. നിലവിലെ വിവരമനുസരിച്ച് ഓസ്ട്രേലിയയിലേക്കാണ് സംഘം കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവർ സഞ്ചരിച്ചത് ദേവമാത എന്ന ബോട്ടിലാണ് എന്ന വിവരവും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ ബോട്ടിന് വേണ്ടിയുള്ള പരിശോധന കടലിൽ ശക്തമായ തെരച്ചിൽ തുടരുകയാണ്. നാവികസേനയും തീര സംരക്ഷണ സേനയും ഉൾപ്പെടെയാണ് കടലിൽ പരിശോധന നടത്തുന്നത്. മറ്റ് നിരവധി
വള്ളങ്ങൾ, ബോട്ടുകൾ ഈ കടലിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബോട്ട് കണ്ടെത്തുക പ്രയാസമാണെങ്കിലും അതിന് കണ്ടെത്തുന്നതിനായുള്ള പരിശോധന തുടരുന്നു. ഒപ്പം ഈ സംഘത്തിൽ അവശേഷിക്കുന്നവരിൽ പലരും കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന നിഗമനവുമുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാകും എന്നും പോലീസ് കരുതുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിലയിലുള്ള അന്വേഷണവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രിയ, ഉമേഷ്, ഈ ഇവര് കടന്ന് പറയുന്ന ബോട്ട് വാങ്ങിയവരെ കുറിച്ചോ അത് അവർക്ക് നൽകിയ ആളെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രാഥമിക വിവരം അനുസരിച്ച് ഈ ബോട്ട് കുളച്ചൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ ഉടമസ്ഥനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അയാളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇവർ പോകുന്നതിന് മുൻപായി ഇന്ധനം 12,000 ലിറ്റർ ഇന്ധനം ശേഖരിച്ച പമ്പുണ്ട്. അവിടുത്തെ പമ്പുടമയെ ഉൾപ്പെടെയുള്ളവരെ, പമ്പുടമയും ജീവനക്കാരും അടക്കമുള്ളവരെ പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. ഇവരെ കണ്ടു എന്ന് പറയപ്പെടുന്ന ദൃക്സാക്ഷികളിൽ നിന്നും ഒപ്പം ഇവർ താമസിച്ച ഹോം സ്റ്റേകളിലെ ജീവനക്കാരടക്കമുള്ളവരിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം മൊഴി പ്രകാരം ഇവരിൽ ആരും തന്നെ മലയാളികളില്ല എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലരും ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകൾ സംസാരിക്കുന്നവരാണ്. മാത്രമല്ല പലരും ഡൽഹിയിൽ നിന്നാണ് എത്തിയത് എന്ന വിവരവും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ മുനമ്പം തീരം എന്തിന് ഇവർ കടന്നു പോകാനായി തെരഞ്ഞെടുത്തു എന്നുള്ളത് പോലീസിന് അന്വേഷിക്കേണ്ട, ആ അന്വേഷണം സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നു. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വഴിക്കുമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ശരി, മുനമ്പം തുറമുഖം രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് വിദേശ നുഴഞ്ഞുകയറ്റം നടന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രഹസ്യാന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് ഇത്തരത്തിലൊരു സാഹചര്യം. നുഴഞ്ഞുകയറ്റ സാധ്യത അന്വേഷിക്കാൻ കാരണം വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും.